ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മറയൂർ, കാന്തല്ലൂർ ഭാഗങ്ങളിലെ കാഴ്ചകളാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു യാത്ര കഴിഞ്ഞ് നേരെ മൂന്നാർ വഴിയാണ് നമ്മൾ വന്നത്. നമ്മൾ തിരിച്ചു പോകുന്നത് അതിവ്യത്യസ്തമായിട്ടുള്ള കാനന ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ളൊരു സൂപ്പർ റൈഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയും അതുപോലെ തമിഴ്നാടിൻ്റെ ആനമലൈ ടൈഗർ റിസർവും കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു ചുരയൊക്കെ ഇറങ്ങിയിട്ട് നേരെ ഉടുമ്പൽപേട്ട് വഴി പൊള്ളാച്ചി കടന്ന് നേരെ പാലക്കാട്, അവിടെ നിന്ന് നേരെ അങ്കമാലി എന്ന റൂട്ടാണ് നമ്മൾ പിടിക്കുന്നത്. നല്ല അടിപൊളി റൂട്ടാണ്. നല്ല കാനന ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഭയാനകമായിട്ടുള്ളൊരു റൈഡൊക്കെ ആസ്വദിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ റൈഡാണ്. സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. അപ്പോൾ ഒരിക്കൽ കൂടി ഇറ്റ്സ് മീ കലേഷ് വേലായുധൻ. വെൽക്കം ബാക്ക് ടു കലൂസ് വ്ളോഗ്. ഇവിടെ നിന്ന് കുറച്ചും കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മറയൂർ ജംഗ്ഷനിൽ നമ്മളെത്തും. അവിടെ നല്ല രീതിയിലുള്ള ഹോട്ടലുകൾ, അതുപോലെ വാഹന സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇവിടെ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഓട്ടോറിക്ഷകളും പിന്നെ ഓഫ് റോഡ് ജീപ്പുകളൊക്കെ ഉള്ള സ്ഥലം കൂടിയാണ്. അത്യാവശ്യം വലിയൊരു സിറ്റി തന്നെയാണ് ഈ പറയുന്ന മറയൂർ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് തമിഴ്നാട് ഭാഗങ്ങളിലേക്ക്, മുടങ്ങൽപേട്ട്, പൊള്ളാച്ചി ഭാഗങ്ങളിലേക്കൊക്കെ ബസ്സുകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഓഫ് റോഡ് മറ്റു കാര്യങ്ങൾക്ക് പോകുന്ന രീതിയിലുള്ള വാഹനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഓട്ടോറിക്ഷ അവൈലബിൾ ആണ്. അങ്ങനെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളുള്ള നല്ല രീതിയിൽ ഫുഡ് കിട്ടുന്ന ഒരു ജംഗ്ഷൻ കൂടിയാണ് ഈ പറയുന്ന മറയൂർ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടുന്ന് റൈറ്റിലോട്ടാണ് നമുക്ക് കാന്തല്ലൂർക്ക് പോകുന്നത്. നേരെ പോയി കഴിഞ്ഞാൽ ചിന്നാർ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പെട്രോൾ അടിക്കാമല്ലോ. ഒരു സേഫ്റ്റിക്ക് വേണ്ടി 200 അടിച്ചതാണ്. പക്ഷേ ഞാനിടയ്ക്ക് കയറുന്ന കാടാണല്ലോ. ഈ കാണുന്നതാണ് കരിമുട്ടി വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഇറങ്ങി പാസ്സൊക്കെ കൊടുത്ത് കയറി കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ എക്കോ ഷോപ്പൊക്കെ ഉണ്ട്. ഈ കരിമുട്ടി എക്കോ ഷോപ്പ് തന്നെയാണ് ഇതിൻ്റെ പേര്. പിന്നെ ഇവിടെ ഒരുപാട് സാധനങ്ങൾ, ശർക്കരയും അതുപോലെ തന്നെ മറ്റുള്ള തേൻ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ കഴിയും. പിന്നെ ഇവിടെ നക്ഷത്രാമയുടെ ഒരു ചെറിയൊരു പ്രതിമ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഭാഗങ്ങളിൽ ഒരുപാടുള്ളതാണ് ഈ നക്ഷത്രാമ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് മുമ്പോട്ട് പോകാൻ നമ്മളിവിടെ നിന്ന് ഏകദേശം ഇപ്പോൾ ഒരു ചിന്നാർ വൈൽഡ് ലൈഫിൻ്റെ ആ ഒരു കാടിൻ്റെ ഭാഗങ്ങളിലേക്ക് കടക്കാൻ തുടങ്ങും. അതുമാത്രമല്ല, ഈ പോകുന്ന വഴിയിൽ നമ്മുടെ വലതുവശത്തൊക്കെ ആയിട്ട് നമുക്കൊരു വാട്ടർഫാളിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട്. നമ്മുടെ ആ തൂവാനം വാട്ടർഫാൾസിൻ്റെ ഒക്കെ ഒരു വ്യൂ പോയിൻ്റ് ആണ്. നമുക്ക് വെള്ളം കാണാൻ പറ്റില്ല, വെള്ളം ഇല്ലാത്തതുകൊണ്ട് കാണാനും പറ്റില്ല, കാരണം ഇപ്പോൾ അറിയാലോ ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ പോകുന്ന വഴിയിലൊക്കെ ആ ഡ്രൈനെസ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അപ്പോൾ ആ വാട്ടർഫാൾസിൻ്റെ ഒരു വ്യൂ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അവിടെ മുമ്പോട്ട് പോകാം. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്ന കെട്ടിടമാണ് ഇവിടുത്തെ ഒരു ട്രക്കിംഗ് പോയിൻ്റാണത്. ആലപ്പെട്ടി ട്രക്ക് എന്നൊക്കെയാണ് തന്നെ പറയുന്നത്. അതായത് തൂവാനം വാട്ടർഫാൾസ് വരെ നടന്നു പോകാവുന്ന രീതിയിൽ ട്രക്ക് ചെയ്ത് നമ്മുടെ ഗൈഡ് ഇപ്പോൾ നമ്മുടെ ഒപ്പം വരും. അതുകൊണ്ട് നിശ്ചിത പൈസ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രക്ക് ചെയ്യാൻ കഴിയും. നല്ല രീതിയിലുള്ള കാട്ടിലൂടെ നടന്നു പോയി ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ അനിമൽ സ്പോട്ടിങ് കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് ട്രക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ലൊരു ഓപ്ഷൻ കൂടിയാണത് ഈ വഴി പോകുന്ന ആളുകൾക്ക്. സമയമുള്ളവർ അത്തരത്തിലുള്ളൊരു ട്രക്കിംഗ് കൂടി എടുത്തു കഴിഞ്ഞാൽ നല്ല കാടിൻ്റെ നല്ല ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് നടക്കാൻ കഴിയും. ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അതോടെ നിന്ന് നോക്കാം. വെള്ളച്ചാട്ടം ഉണ്ടോ അവിടെ? ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഉണ്ടോ? ചിലപ്പോൾ വെള്ളച്ചാട്ടം കാണാൻ പറ്റില്ല, വെള്ളം ഇല്ലാത്തതുകൊണ്ടേ. അല്ല, അവിടെയൊക്കെ വെള്ളം ചാടുന്നുണ്ട്. ചേടാ എന്നാലും നിന്നിട്ടല്ലേ നോക്കിയത്? എന്തൊന്നും സ്ഥലം മരങ്ങള് വച്ചുപിടിപ്പിച്ചേക്കണ പോലെ ഉണ്ടല്ലേ, മരങ്ങള്. ഇത് നിങ്ങൾക്കിത് കാണുമ്പോൾ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എനിക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്
പുതിയ നോക്കിക്കൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ പുറംചട്ടയിലൊക്കെ സീനറി ഉണ്ടാവില്ലേ, അതുപോലെയാണ് ശരിക്കും. ചെവിയുടെ ഉണ്ടോ ചേട്ടാ? രക്ഷയിലടാ, അടിപൊളി വ്യൂ ആണ്, അടിപൊളി വ്യൂ. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. നമ്മളെ തൂവാന വാട്ടർഫാൾസിൻ്റെ വ്യൂ പോയിന്റ് നോക്കിയിട്ട് മനസ്സിലാവണില്ല എവിടെയാന്ന്. വെള്ളമില്ലാത്തതുകൊണ്ട് യാത്ര തുടങ്ങണം. ശരിക്കും കടന്നിരിക്കുക. ഇനി തമിഴ്നാട് എത്തുന്നവരെ ഈ ഒരു കാഴ്ച മാത്രമാണ്. നമ്മുടെ ഇടതുവശത്ത് മലയും വലതുവശത്തായിട്ട് വലിയ ആകാരത്തിലുള്ള കൊക്കകളും, ആരൊക്കെയോ വരച്ചു വച്ചിരിക്കുന്ന പോലെയുള്ള ഭംഗിയുള്ള നല്ല നല്ല ഭംഗിയുള്ള മരങ്ങൾ. ഇനിയൊരു പാട്ടം കൂടെ ആയാലോ? ആ ഒരു ഫീല് തന്നെ നമുക്ക് അവിടെ പോകാല്ലേ. ഞാൻ എന്ന ഭാവം മാറ്റാം. ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. കാറുകളൊക്കെ എന്തായാലും ഉറപ്പായിട്ടും പരിശോധിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ബൈക്കുകൾക്ക് ഇപ്പോൾ ഞങ്ങളിപ്പോൾ പോയപ്പോൾ ചെക്കിംഗ് ഒന്നും ഞങ്ങളൊന്നും തടഞ്ഞു നിർത്തിയില്ല. സാധാരണ ഇതിലിവിടെ ചെക്കിംഗ് ഉണ്ടാവും. ഞാൻ പല വീഡിയോസിലൊക്കെ ബൈക്ക് അടക്കം നിർത്തി പരിശോധിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെന്തായാലും ചെക്ക് ചെയ്തില്ല. ഇവിടുന്ന് ചെക്ക് പോസ്റ്റ് കടന്നു കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റാണ്. ഒരു പാലം കഴിഞ്ഞപ്പോൾ തന്നെ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ആനമലൈ ടൈഗർ റിസർവിലേക്ക് കിടക്കും. പിന്നെ അവിടുന്ന് റോഡെന്ന് പറയുന്നത് അതിമനോഹരമാണ്. കേരളത്തിനെ അറിയാലോ, കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെ റോഡെന്ന് പറയുന്നത് രണ്ടും ആനയും ഉറുമ്പും പോലെയാണ്, അത്രയ്ക്ക് ഭംഗിയാണ്. അപ്പോൾ നമുക്കിനി തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കൂടി കടന്നു കഴിഞ്ഞിട്ട് ആ ഒരു മനോഹര കാഴ്ചയിലേക്ക് കിടക്കാം. ഈ കാണുന്ന പാലം കടന്നു നിന്ന നമ്മൾ നേരെ ആനമലൈ ടൈഗർ റിസർവിൻ്റെ ആ ഒരു ചെക്ക് പോസ്റ്റിലേക്കാണ് എത്തുന്നത്. അവിടെയും കാര്യമായിട്ടുള്ള ചെക്കിംഗ് വന്നു. കാര്യമായിട്ടെന്ന് പറയാൻ വേണ്ടി ചെക്കിങ്ങേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു പരിസരങ്ങളിൽ കുറച്ച് ആളുകളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ. അതുകൊണ്ട് ഈ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ പിറകുവശത്തായിട്ടൊരു കട്ടളൈ മാരിയമ്മൻ കോവിലൊക്കെ അങ്ങനൊരു ക്ഷേത്രം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അവിടേക്ക് പോകുന്ന ആളുകളൊക്കെ ആയിരിക്കാം. അവിടെ നിന്ന് കുറച്ച് നീങ്ങി പോയാൽ മതി എന്നാണ് വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അവിടേക്ക് പോകുന്ന ആളുകളൊക്കെ ആയിരിക്കാം. പിന്നെ അവിടെ എന്തോ ആക്ടിവിറ്റീസ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തമിഴ്നാട്ടിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി തമിഴ്നാടിൻ്റെ ആനമലൈ ടൈഗർ റിസർവിൻ്റെ കാഴ്ചകളായിരിക്കും ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആനമലൈ ടൈഗർ റിസർവിലേക്ക് കടന്നിരിക്കുകയാണ്. ചിലർ ഈ ഒരു ഇതിനെ അണ്ണാമലൈ ടൈഗർ റിസർവ് എന്നൊക്കെ ചില വീഡിയോയിൽ പറയുന്നതുണ്ട്. ഞാനിപ്പോൾ ഗൂഗിൾ മാപ്പ് പ്രകാരം ആനമലൈ ടൈഗർ റിസർവ് എന്നാണ് കാണുന്നത്. അപ്പോൾ നമ്മളവിടേക്ക് കടന്നു കഴിഞ്ഞു. ഇനിയുള്ള ആ ഒരു റോഡിൻ്റെ ഒരു ഭംഗി ഒന്ന് നിങ്ങൾ നോക്കുക. വീതി കുറവാണ്, എന്നിരുന്നാലും റോഡ് അടിപൊളിയാണ്. ഗട്ടറൊക്കെ വളരെ കുറവാണ്. ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഹമ്പുകൾ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ആ ഒരു രീതി തന്നെ മാറി ആ കാടിൻ്റെ. അതായത് നമ്മളൊരു ആഫ്രിക്കൻ വനാന്തരങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീലാണ് ഇനി നമുക്ക് അങ്ങോട്ട് കിട്ടുന്നത്. ഞാനവിടെ പോയിട്ടൊന്നുമല്ല, കുറേ വീഡിയോകളൊക്കെ കണ്ടുള്ള പരിചയത്തിൽ പറഞ്ഞതാണ്. നിങ്ങൾക്കും അത് മനസ്സിലാകും. ആ ഒരു വീഡിയോ ഇനി വരുന്ന കാഴ്ചകൾ അത്തരത്തിലുള്ള കാഴ്ചകളാണ്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ കാടെന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള പ്രസൻസ് ഉള്ള ഒരു കാടാണ്. ആന, കരടി, കടുവ, അതുപോലെ തന്നെ കാട്ടുപോത്തൊക്കെ അടങ്ങുന്ന നല്ല രീതിയിൽ അനിമൽ പ്രസൻസ് ഉള്ള ഒരു കാട് കൂടിയാണിത്. നമ്മൾ ഈ ഒരു റൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന വഴികളുടെ അപ്പുറം ഇപ്പുറമായിട്ട് നിൽക്കുന്ന മരങ്ങൾ കണ്ടോ, ആ ഒരു മരങ്ങളും അതുപോലെ തന്നെ കിലോമീറ്ററോളം നേരെയുള്ള വഴിയും അതുപോലെ തന്നെ അകലെ ആയിട്ട് മലനിരകളും കാണുന്ന ഇത് തന്നെ കണ്ടുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഈ ഒരു യാത്രയുടെ ഈ ഒരു റൈഡിൻ്റെ ഒരു സുഖം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ നമ്മുടെ കേരളത്തിൽ പോകുമ്പോൾ ഇത്തരത്തിലുള്ള, അല്ലെങ്കിൽ തമിഴ്നാട് മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകൾ ഉണ്ടാകില്ല. ഇതിവിടെ മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഇനി മൂന്നാർ വരുന്ന ആളുകൾ തിരിച്ച് മൂന്നാർ വഴി തിരിച്ചു പോകാതെ ഈ ഒരു റൂട്ട് പിടിച്ചാൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കണ്ടിട്ട് കടന്നു പോകാൻ കഴിയും.
ബൈക്ക് യാത്ര എന്ന് പറയുന്നത് ശരിക്കും ആനന്ദിച്ച് തന്നെ നമുക്ക് ബൈക്ക് ഓടിക്കാൻ പറ്റുന്ന റൂട്ടാണിത്. പല ആളുകളും ഇപ്പോൾ നമുക്ക് വീഡിയോസ് കാണാൻ കഴിയുന്നുണ്ട്, ഒരുപാട് ആനകളൊക്കെ മുമ്പിൽ വന്ന് നിൽക്കുന്നതെല്ലാം. നമുക്ക് ആനേനെയൊന്നും കിട്ടണ്ട, നമുക്ക് ഈ ഒരു യാത്ര റൈഡ് ആസ്വദിച്ച് പോയാൽ മതി. അപ്പോൾ കാഴ്ചകൾ തുടർന്ന് കാണുക. ഇതൊക്കെ വരുന്നതായിരിക്കാം മൂന്നാർക്കുള്ള KSRTC ബസ്സാണത്. നിറഞ്ഞിട്ട് ആളുകൾ നല്ല രീതിയിലുള്ള വഴിയാണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ വീതി കുറവാണ് വഴിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മുടെ മുമ്പിലൊരു ടോറസ് പോകുന്നുണ്ട്, അതിൻ്റെ ഒരു ബ്ലോക്കാണ് അവിടെ വന്നത്. അപ്പോൾ ടോറസ് പോകുന്നതിൻ്റെ ഒപ്പം ഇതുപോലുള്ള ബസ്സുകളും വന്നു കഴിഞ്ഞാലുള്ളൊരു പ്രശ്നമാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു കുറച്ച് നേരം നമുക്ക് ബ്ലോക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ നല്ലൊരു ഇനി വരുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ടോറസ് അതുകൊണ്ട് ചിലപ്പോൾ ഒരു പാട്ടുകൂടി ആയാലും ഉണ്ടെന്ന് എന്നാ പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ, നമ്മൾ ഈ പാട്ട് കേട്ടുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ചെക്ക് പോസ്റ്റ് കടന്നു പോയിട്ടോ. നമ്മൾ ഈ ഒരു ആനമല ടൈഗർ റിസർവ് കടന്നു കഴിഞ്ഞു. ഇനി വരുന്നത് നേരെ ഉടുമൽപേട്ട് ഒരു ഭാഗങ്ങളാണ്. അപ്പോൾ അവിടേക്കുള്ള യാത്രകളും അതുപോലെ തന്നെ ആ വഴിയിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ നമുക്കൊന്ന് പാട്ടൊന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് ആ ചെറിയ ഉടുമൽപേട്ടിൻ്റെ ആ ഒരു കൃഷി ഭാഗങ്ങളിലൂടെയും നടുക്കുള്ള റോഡിൽ കൂടെയൊക്കെ പോകുന്ന ഒരു മനോഹര കാഴ്ച കൂടിയും കണ്ടിട്ട് ഈ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കാം. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു കാനന ഭംഗി ഉള്ളൊരു റൈഡായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആ, വേറെ ഒന്നുമില്ല, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.